അടുത്തതായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 7 യൂണിറ്റ് വരെ ഉണ്ടായിരുന്നു. ആ 7 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടും ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ഒരു 5 യൂണിറ്റാണുള്ളത്. 5 യൂണിറ്റാണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് പവർ ടു ദ പീപ്പിൾ, 8ാമത്തെ ചാപ്റ്ററാണ്. പവർ ടു ദ പീപ്പിൾ, അധികാരം ജനങ്ങൾക്കെന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ അതിൽ നോക്കിയോ, ഫസ്റ്റ് കൊടുത്തേക്കുന്നത് പൂക്കോട്ടുമല മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ കുറേ കാര്യങ്ങൾ, പൂക്കോട്ടുമല എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ കുറച്ചധികം വാർഡുകളുണ്ട്. അപ്പോൾ ആ ഓരോ വാർഡിലും ഓരോ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, നോക്കിക്കോ. ഇനി ദെയർ മേ ബി സം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് വെയർ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ത്രൂ ഗ്രാമസഭ ആൻഡ് വാർഡ് സഭ ഇൻ യുവർ റീജിയൻ ആസ് വെൽ. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ഇപ്പം നമ്മുടെ റീജിയനിൽ, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ എഴുതിയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ. വീണ്ടും ഒരു 3 എണ്ണം കൂടെ എഴുതണം. അപ്പോൾ നമുക്കത് എഴുതാം. ഒന്നാമത്തത് അംഗൻവാടി റെനോവേഷൻ, അതായത് അംഗൻവാടിയുടെ റെനോവേഷൻ എന്ന് വെച്ചാൽ നവീകരണം, അംഗൻവാടിയെ നവീകരിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ദി ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ. പിന്നെ മൂന്നാമത്തത് ഇൻസ്റ്റലേഷൻ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, തെരുവ് വിളക്കുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അത് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക. ഇത് 3 എണ്ണം നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വെൻ യു ഗെറ്റ് ടു നോ ഗ്രാമസഭാസ് വാർഡ് സഭാസ് ക്ലോസ്ലി. നമുക്ക് ഗ്രാമസഭയും വാർഡ് സഭയും കുറച്ചുകൂടെ അടുത്തറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിവിൻ എന്ന് പറയുന്ന ആൾ ഇതാ ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇറ്റ് വാസ് ഓൺലി റീസെൻ്റ്ലി ദാറ്റ് ഐ വിസിറ്റഡ് ദ ഗ്രാമസഭ ഓഫ് മൈ വാർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമസഭ എനിക്ക് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആർക്ക്? നമ്മുടെ നിവിന്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? I could understand how the public could participate in the discussions regarding the development of the place and to express opinions and in the decision making processes. പബ്ലിക്കിന്, അതായത് പൊതുജനങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പങ്കെടുക്കാനും അവരുടെ അഭിപ്രായം പറയാനും ഈ വികസന പ്രവർത്തനങ്ങളിൽ അവർക്ക് ഭാഗമാക്കാനും എങ്ങനെയെല്ലാം കഴിയുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണ് കഴിഞ്ഞത്? നിവിന്. A Grama Sabha is a committee that includes all who are enlisted in the voters list of each ward in every Grama Panchayat. ഇനി എന്താണ് ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ? ഗ്രാമസഭ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ്. അതായത് ഈ ഓരോ വാർഡിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാ ആൾക്കാരും ചേർന്നതാണ് ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും കൂടെ ചേർന്നതാണ് എന്ത് പറഞ്ഞാൽ ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇൻ ദ സിറ്റീസ് ഇറ്റ് ഈസ് നോൺ ആസ് വാർഡ് സഭ. സിറ്റീസ് ആണെങ്കിൽ ഈ ഗ്രാമസഭ എന്തെന്നറിയപ്പെടുന്നു? വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് എ ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ മീ ദാറ്റ് ഗ്രാമസഭ the day-to-day problems of people would also be discussed apart from the discussion on the development of the locality. അതായത് എനിക്കിത് പുതിയ അറിവായിരുന്നു. ആർക്ക്? നമ്മുടെ നിവിനും ഇത് പുതിയ അറിവായിരുന്നു. എന്താണ് പുതിയ അറിവ്? ഈ ഓരോ ഗ്രാമസഭയിലും ഡിസ്കസ് ചെയ്യുന്നതുണ്ടല്ലോ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓരോ ജനങ്ങളുടെയും അവരുടെ ഡേ ടു ഡേ പ്രോബ്ലംസും അവരുടെ പ്രോബ്ലംസും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം എനിക്ക് പുതിയ അറിവായിരുന്നു എന്നാണ് നിവിൻ പറയുന്നത്. ദ ഗ്രാമസഭ ഈസ് എ കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. ഈ ഗ്രാമസഭ നമ്മൾ 3 മാസത്തിലൊരിക്കൽ കൂടണം. എത്ര മാസത്തിലൊരിക്കലാണ്? 3 മാസത്തിലൊരിക്കൽ. ഗ്രാമസഭ ഈസ് കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. 3 മാസത്തിലൊരിക്കൽ കൂടണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പഞ്ചായത്ത് പ്രസിഡന്റ് റിമൈൻഡഡ് us that the ഗ്രാമസഭ is the platform for ensuring equality of status and equal rights among citizens. ജനങ്ങൾക്കിടയിൽ ഈക്വൽ റൈറ്റ്സും പിന്നെ ഇക്വാലിറ്റി സ്റ്റാറ്റസും ഒക്കെ ഉറപ്പുവരുത്താൻ ഗ്രാമസഭ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ദ വാർഡ് മെമ്പർ ഹു ഈസ് ആൾസോ ദ കൺവീനർ, വാർഡ് മെമ്പറാണ് ഈ നമ്മുടെ ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിസൈഡ് ചെയ്യുന്ന ആൾ, അതായത് അധ്യക്ഷനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്.
അപ്പോൾ ദ വാർഡ് മെമ്പർ ഹു ഈസ് ആൾസോ കൺവീനർ സ്റ്റേറ്റഡ് ദാറ്റ്, അദ്ദേഹം എന്താ പറഞ്ഞത്, വാർഡ് മെമ്പർ കൺവീനറാണ്, ഗ്രാമസഭയുടെ കൺവീനറാണ്, അദ്ദേഹം എന്താ പറഞ്ഞത്, ഗ്രാമസഭാസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ. നമ്മുടെ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളൊരു അവസരം ആ ഗ്രാമസഭ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. I understood that Gram Sabhas are places that require our active participation. ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നിവിനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിവിൻ ഗ്രാമസഭയിൽ ഒരു ദിവസം പോയി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു പോസ്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഫ്രം നിവിൻസ് പോസ്റ്റ്. എന്തൊക്കെ നിവിൻ്റെ പോസ്റ്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് റെഫേർഡ് ടു ഇൻ ദ പോസ്റ്റിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അബൌട്ട് ദ ഗ്രാമസഭ, ഗ്രാമസഭയെക്കുറിച്ചാണ് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ഡിസ്കസ്ഡ് ഇൻ ഗ്രാമസഭയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ എവിടെ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലൊക്കാലിറ്റി, നമ്മുടെ ആ ലൊക്കാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ വികസനം, അതും നമ്മൾ ഗ്രാമസഭയിൽ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലൊക്കാലിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത്, ഹൂ പ്രിസൈഡ്സ് ഓവർ എ ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാമസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ദ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയിൽ പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ. ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അധ്യക്ഷം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പിന്നെയുള്ളത്, what is the system in cities which is equal to ഗ്രാമസഭ? ഗ്രാമസഭയ്ക്ക് പകരം നമ്മൾ സിറ്റികളിൽ നഗരങ്ങളിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്താണ്? വാർഡ് സഭ. ഗ്രാമസഭയ്ക്ക് പകരം നഗരങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വാർഡ് സഭ. ഹു ഇസ് ദ കൺവീനർ ഓഫ് ദി ഗ്രാമസഭ? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ദ വാർഡ് മെമ്പർ ഹു ഈസ് ആൾസോ കൺവീനർ. വാർഡ് മെമ്പറാണ് കൺവീനർ. അപ്പോൾ ഗ്രാമസഭ പ്രിസൈഡ് ചെയ്യുന്നത്, അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? അത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എന്നാൽ ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിവിൻ്റെ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ. അടുത്തതായിട്ട് കതിർമല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ഓഫ് ദി ഗ്രാമസഭ. ഈ കതിർമല എന്ന് പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമസഭയുടെ നോട്ടീസാണ് നമുക്ക് ഈ ടെക്സ്റ്റിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ആ ഗ്രാമസഭ നടക്കുന്ന ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു കണ്ടോ. അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു കൺവീൻ എ മീറ്റിംഗ് ഓഫ് ദി 14th വാർഡ് ഓഫ് കതിർമല ഗ്രാമപഞ്ചായത്ത് ഓൺ 29/7/2023 at 2:30 PM at the കതിർമല ഫാമിലി ഹെൽത്ത് സെൻറ്റർ ടു ഡിസ്കസ് ദ ഫോളോയിങ് അജണ്ട. അതായത് 29/7/2023 2:30 കതിർമല ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ വെച്ച് ഈ കതിർമല എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ 14ാമത്തെ വാർഡായ മേലാറ്റൂരിൽ എന്ത് നടക്കുന്നു? ഒരു ഗ്രാമസഭ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ വാർഡിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഇനി അവിടെ എന്താണ്, കുറച്ച് അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ആ ഒരു ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ അജണ്ട? ഡിസ്കഷൻ ഓൺ ദ ജനറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഏരിയ. ഈ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ മേലാറ്റൂർ എന്ന് പറയുന്ന ആ വാർഡിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, പൊതുവായിട്ടുള്ള വികസനം. പിന്നെ ഓണറിങ് ദ ടാലൻറ്റഡ് പേഴ്സൺ. ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ ഓണർ ചെയ്യുന്നു, ആദരിക്കുന്നു. ടു സെലക്ട് ദ ബെനിഫിഷ്യറീസ് ഫോർ ഇൻഡിവിജ്വൽ കൺസെഷൻ. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ബെനിഫിഷ്യറീസിനെ അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അടുത്ത ലെറ്റ്സ് പ്രൊസീഡ് വിമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം. നമുക്ക് മുന്നേറാം സ്ത്രീ ശാക്തീകരണ പരിപാടി. ഇത്രയാണ്, ഈ 4 ആ ഒരു ഗ്രാമസഭയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ താഴെ നമ്മൾ 50 രൂപ യൂസർ ഫീ നൽകി മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് പിന്നെ നൽകണം. അല്ലാതെ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ഒന്നും ചെയ്യരുത്. അത് കുറ്റാർഹമാണ് അല്ലെങ്കിൽ ശിക്ഷാർഹമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതാ നോക്കിയോളൂ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. ഹാവ് യു സീൻ ദ നോട്ടീസ് ആൻഡ് ദ പിക്ചർ ഗിവൺ. അപ്പോൾ നിങ്ങൾ അവിടെ തന്നിട്ടുള്ള നോട്ടീസും ആ പിക്ചറും ഒക്കെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു അല്ലേ? ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് ദി ഗ്രാമസഭ ആൻഡ് ദ നോട്ടീസ്
ഫോർ കൺവീനിങ് ഇറ്റ്. ഇതാണ് ഗ്രാമസഭയുടെ ഒരു പിക്ചറാണ് മോള് തന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാമസഭയുടെ ഒരു നോട്ടീസാണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ഇൻ ദ ഗ്രാമസഭ ഫ്രം ദ നോട്ടീസ്. ആ നോട്ടീസിൽ നിന്ന് ഗ്രാമസഭയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്? ഒന്നാമത്തെ ആക്ടിവിറ്റി റീജിയണൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഡിസ്കഷൻ ആൻഡ് പ്ലാനിങ്. റീജിയണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ. പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച, ഡിസ്കഷനും പിന്നെ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങും. ഇതാണ് ഒന്നാമതായിട്ട്. ഇനി ബാക്കി രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഇവിടെ അജണ്ടയായിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ 4 എണ്ണം എഴുതണം നമ്മളവിടെ. അതിൻ്റെ താഴത്തെ അടുത്ത ലൈനായിട്ട് എഴുതുന്നത് ഹോണറിങ് ദ ടാലൻറ്റഡ് പേഴ്സൺ. നമ്മുടെ ടാലൻറ്റഡ് പേഴ്സൺസിനെ ഓണർ ചെയ്യുക, പ്രതിഭകളെ ആദരിക്കുക. അടുത്ത ടു സെലക്ട് ദ ബെനിഫിഷ്യറീസ് ഫോർ ഇൻഡിവിജ്വൽ കൺസെഷൻ. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. പിന്നെ ലെറ്റ്സ് പ്രൊസീഡ് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 എണ്ണം എഴുതുക. ഏതൊക്കെയാണ്? ഓണറിങ് ദ ടാലൻറ്റഡ് പേഴ്സൺ, ടു സെലക്ട് ദ ബെനിഫിഷ്യറീസ് ഫോർ ഇൻഡിവിജ്വൽ കൺസെഷൻസ്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. കേട്ടല്ലോ. ഇനി ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കൺസോളിഡേറ്റ് the facts that you have understood on the functioning of ഗ്രാമസഭാസ് ആൻഡ് പ്രിപ്പയർ നോട്ട്. ഈ ഗ്രാമസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കത് നമ്മൾ നോട്ട്സ് ഇനിയിപ്പോൾ തരൂലേ നിങ്ങൾക്ക്? അപ്പോൾ നോട്ട്സ് തരുമ്പോൾ ഞാനത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് തരാം കേട്ടോ. ഇപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ലെറ്റ്സ് കൺവീൻ എ ക്ലാസ് സഭ. ഇനി നമുക്കൊരു ക്ലാസ് സഭ ചേരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാൽ വി ഓർഗനൈസ് എ മോഡൽ ക്ലാസ് സഭ ഇമാജിനിങ് യുവർ സ്കൂൾ ആസ് എ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തും യുവർ ക്ലാസ് ആസ് എ വാർഡ്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വാർഡായിട്ട് നമ്മളൊരു ക്ലാസ് സഭ ചേരാൻ പോവുകയാണ്. ലെറ്റ് ദ ക്ലാസ് ലീഡർ ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ വാർഡ്. നമ്മുടെ ക്ലാസ്സിലൊരു ക്ലാസ് ലീഡർ കാണുമല്ലോ. ഈ ക്ലാസ് ലീഡറാണ് നമ്മുടെ വാർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us prepare a notice to invite members of the ക്ലാസ് സഭ. ആദ്യമായിട്ട് ഈ ക്ലാസ് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള അംഗങ്ങളുണ്ടല്ലോ. അംഗങ്ങൾ ആരാണ്? ക്ലാസ് സഭയിലെ അംഗങ്ങൾ ആരാണ്? നമ്മുടെ ഈ ക്ലാസ്സിലുള്ള കുട്ടികളല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് ദാറ്റ് ഹൗ ടു ബി ഫർണിഷ്ഡ് ഇൻ ദ നോട്ടീസ്. ഈ നോട്ടീസ് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്? വിച്ച് ആർ ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ് സഭ. ഈ ക്ലാസ് സഭയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു നോട്ടീസിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അതാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ചേഞ്ച് ഫോർ മേക്കിംഗ് ദ ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി. നമ്മുടെ ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. അടുത്തത് ആക്ടിവിറ്റീസ് ഫോർ ദ ക്ലീൻനെസ് ഓഫ് ദ സ്കൂൾ പ്രിമൈസസ്. വിദ്യാലയത്തിൻ്റെ പരിസരമൊക്കെ നമ്മൾ എന്താണ് ശുചിത്വം എത്രത്തോളം ക്ലീൻ ആക്കി ഇടണം അതിനെക്കുറിച്ചുള്ള ആക്ടിവിറ്റീസ്, അതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബാക്കി ഒരു 3 എണ്ണം നമ്മളിവിടെ ബാക്കി ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അടുത്തത് ആക്ടിവിറ്റീസ് ടു മേക്ക് എ സ്കൂൾ ഡിസബിലിറ്റി ഫ്രണ്ട്ലി. ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആക്കാനുള്ള ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. നമ്മുടെ സ്കൂള് ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആക്കണം എന്ന് വെച്ചാൽ ഈ ഭിന്നശേഷി സൗഹൃദം ആക്കുക. അടുത്തത് ഞാൻ അത് ഇപ്പുറത്തൊരു ഒരു സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ 3 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള 3 ഡോട്ട്സിൽ ഈ 3 പോയിന്റ്സ് എഴുതി ചേർക്കാം. രണ്ടാമത്തെ പോയിന്റ് ആക്ടിവിറ്റീസ് നീഡഡ് ടു മേക്ക് എ സ്കൂൾ സ്പോർട്സ് ഫ്രണ്ട്ലി. കായിക സൗഹൃദം, സ്പോർട്സ് ഫ്രണ്ട്ലി ആക്കാനുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ സ്കൂളിനെ സ്പോർട്സ് ഫ്രണ്ട്ലി ആക്കാൻ അല്ലെങ്കിൽ കായിക സൗഹൃദമാക്കാനുള്ള ആക്ടിവിറ്റീസ്. അടുത്തത് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ ദ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൽ ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, കുടിവെള്ളം, അത് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ച 3 ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിപ്പയർ എ നോട്ടീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടീച്ചർ ആൻഡ് ഓർഗനൈസ് ദ ക്ലാസ് സഭ. അപ്പോൾ ക്ലാസ് സഭ നമ്മൾ ഓർഗനൈസ് ചെയ്യണം, ഒരു നോട്ടീസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ കതിർമല ഗ്രാമപഞ്ചായത്തിൻ്റെ നോട്ടീസ് കണ്ടോ? ഇതേ മാതൃകയിൽ നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. കതിർമല ഗ്രാമപഞ്ചായത്തിന് പകരം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. സ്കൂളിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് താഴെ നോട്ടീസ് ഓഫ് ദി ക്ലാസ് സഭ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത് അതേപോലെ നിങ്ങൾ എഴുതിയാൽ മതി. ഹാസ് ബീൻ ഡിസൈഡ് ടു കൺവീൻ എ മീറ്റിംഗ് ഓഫ് ദി ക്ലാസ് നിങ്ങളിപ്പോൾ 7A ഓഫ് ദ സ്കൂളിൻ്റെ പേര് പറയുക. ഓൺ എന്നാണ് ഡേറ്റ് കൊടുക്കുക, എത്ര മണിക്ക്, അറ്റ് എത്ര PM കൊടുക്കുക, എവിടെ വെച്ചിട്ടാണ്, അറ്റ് നിങ്ങളെ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണല്ലോ, അറ്റ് 7A എന്ന് കൊടുക്കുക. പിന്നെ ടു ഡിസ്കസ് ദ ഫോളോയിങ് അജണ്ട. ഓൾ ദ സ്റ്റുഡൻസ്
സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ് എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ ഡേറ്റ് ഒക്കെ വയ്ക്കുക. കതിർമല കൺവീനർ, വാർഡ് മെമ്പറിന് പകരം കൺവീനർ എന്ന് എഴുതിയിട്ട് താഴെ നിങ്ങളെ ക്ലാസ് ലീഡർ എന്ന് എഴുതുക. ദെൻ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അല്ലല്ലോ, ഇവിടെ 2 ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ ആ 3 എണ്ണം കൂടെ അവിടെ ആഡ് ചെയ്യുക. അത്രയും കൊടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ക്ലാസ് എഫയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസ് റെഡിയായി. പിന്നെ ഒരു കാര്യം, ഇവിടെ ഡേറ്റ് കൊടുത്തല്ലോ 5/7/2023. അപ്പോൾ അത് ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റാണ്. പിന്നെ എന്നാണോ നമ്മൾ ക്ലാസ് അവ കൂടുന്നത് ആ ഡേറ്റാണ് നമ്മൾ മുകളിൽ 29/7/2023 എത്ര PM ആണോ അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ താഴെ 5/7/2023 താഴെ കതിർമല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കതിർമല എന്നുള്ളതിന് പകരം നിങ്ങൾ സ്കൂളിലിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വയ്ക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് അപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസ് തയ്യാറാക്കുമല്ലോ. അടുത്തത്, വെൻ വില്ലേജസ് ബിക്കം ദ ഫൗണ്ടേഷൻ. വില്ലേജസ് ഫൗണ്ടേഷൻ ആകുമ്പോൾ ഇവിടെ ഗാന്ധിജീസ് ഡ്രീം, ഗാന്ധിജിയുടെ സ്വപ്നം എന്നും പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈ ഐഡിയ ഓഫ് വില്ലേജ് സ്വരാജ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റിപ്പബ്ലിക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് for its own vital wants and yet interdependent for many others, in which dependence is a necessity. അതായത് എൻ്റെ സങ്കല്പത്തിലുള്ള, ഗാന്ധിജിയാണ് പറയുന്നത് കേട്ടോ, എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. Thus, every village's first concern will be to grow its own food crops and cotton for its clothes. അതുകൊണ്ട് ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള താല്പര്യം ഭക്ഷ്യ വിളയും പിന്നെ തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളയും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. It should have a reserve for cattle, recreation and playground for adults and children. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദർ ഈസ് മോർ ലാൻഡ് അവൈലബിൾ ഇറ്റ് വിൽ ഗ്രോ യൂസ്ഫുൾ മണി ക്രോപ്സ്. ഇനി കൂടുതൽ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വിളയിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് ഗാന്ധിജി ഹരിജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്നായിരുന്നു 26/7/1942 ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ വിഷൻ ഓഫ് ഗാന്ധിജി കൺസേണിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ്. വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഗാന്ധിയുടെ കാഴ്ചപ്പാട്, വിഷൻ, ഗാന്ധിജിയുടെ വിഷൻ എന്താണെന്നുള്ളത്. ഒന്നാമത്തേത്, അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. അതായത് ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത കൈവരിക്കുക. അറ്റൈൻ ചെയ്യുക എന്ന് വെച്ചാൽ കൈവരിക്കുക. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദി വില്ലേജ്. വില്ലേജിൻ്റെ പ്രധാന ആവശ്യങ്ങൾ, മേജർ നീഡ്സിൽ എന്ത് ചെയ്യണം, സെൽഫ് സഫിഷ്യൻ്റ് ആവുക അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ബാക്കിയുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ഇവിടെ എഴുതി ചേർക്കണം. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കത് എഴുതി ചേർക്കാം. അപ്പോൾ ഇതിൽ 6 പോയിൻറ്റ്സാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തത്, മേക്ക് വില്ലേജസ് എ കംപ്ലീറ്റ് റിപ്പബ്ലിക്. നമ്മുടെ വില്ലേജസിൻ്റെ, ഗ്രാമങ്ങളെ ഒരു കംപ്ലീറ്റ് റിപ്പബ്ലിക്കാക്കി മാറ്റുക, പൂർണ്ണ റിപ്പബ്ലിക്കാക്കി മാറ്റുക. രണ്ടാമത്തത്, ഓൺലി എൻഗേജ് ഇൻ മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് വെൻ ഡിപ്പെൻഡൻസി ഈസ് നെസസറി. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഡിപ്പെൻഡൻസി നെസസറി ആവുന്ന സന്ദർഭങ്ങളിൽ മാത്രം, ആശ്രിതത്വം ആവശ്യമായിട്ട് വന്നാൽ മാത്രം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു മ്യൂച്വൽ അസിസ്റ്റൻറ്റ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക. മ്യൂച്വൽ അസിസ്റ്റൻസിൽ എൻഗേജ് ചെയ്യുക വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി. എപ്പോഴാണ്? വെൻ ഡിപ്പെൻഡൻസി ഈസ് നെസസറി. ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആശ്രിതത്വം നെസസറി ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രം. The first concern of the villages should be to increase the yield of cotton crops and food crops. ഈ പ്രധാനമായിട്ടുള്ള അവരുടെ കൺസേൺ എന്ന് പറയുന്നത്, ഈ വില്ലേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് കോട്ടൺ ക്രോപ്സും ഫുഡ് ക്രോപ്സും, കോട്ടൺ വിളയും പിന്നെ ഫുഡ് ക്രോപ്പ് ഭക്ഷ്യവിളയും ഇൻക്രീസ് ചെയ്യുക. There should have a reserve place for cattle in the village. ഗ്രാമങ്ങളിലെ കന്നുകാലികൾക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലം വേണം.
പിന്നെ റീക്രിയേഷൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഫോർ അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ. ചിൽഡ്രൻസിനും അഡൾട്ട്സിനും വേണ്ടിയിട്ട് റീക്രിയേഷൻ വേണം. റീക്രിയേഷൻ എന്ന് വെച്ചാൽ വിനോദത്തിനും പിന്നെ ആൻഡ് പ്ലേ ഗ്രൗണ്ട്, വിനോദത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും അവർക്ക് വേണം. ദെൻ ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ടു ഗ്രോ യൂസ്ഫുൾ മണി ക്രോപ്പ്. നമ്മൾ ഭൂമി യൂസ്ഫുൾ ആയിട്ടുള്ള മണി ക്രോപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്.